നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണിപ്പോൾ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഓരോ മുന്നണിയുടെയും ഏത് സ്ഥാനാർത്ഥിയായിരിക്കും രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ സജീവമായിട്ട് തലങ്ങും വിലങ്ങും ചർച്ച പൊടിപൊടിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഇത്തവണ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുള്ളത് 3 പേരാണ്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. കോട്ടയത്തും കൊല്ലത്തും സിറ്റിംഗ് എം പിമാരായ തോമസ് ചാഴിക്കാടനും NK പ്രേമചന്ദ്രനും, അതിന് മാറ്റമില്ല. NK പ്രേമചന്ദ്രൻ UDFിൻ്റെ സ്ഥാനാർത്ഥി, തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി. നേരത്തെ UDFിൽ നിന്നുകൊണ്ടാണ് ചാഴിക്കാടൻ വിജയിച്ചത്. അപ്പോൾ LDFിനും UDFിനുമായി കളത്തിലിറങ്ങുമ്പോൾ തൃശ്ശൂരിൽ BJPക്കായിട്ട് സുരേഷ് ഗോപിയും മത്സരരംഗത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇവരെ രണ്ടുപേരെക്കാളും ഉറപ്പായിട്ട് തന്നെയാണ്. അത് മത്സരിക്കുമെന്ന് മാത്രമല്ല, ഉറപ്പ് എടുത്തുകൊണ്ട് പോകുമെന്നും നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. എടുത്തു കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റ് നൽകാൻ ഇടതുമുന്നണി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ചാഴിക്കാടൻ തന്നെ മത്സരിച്ചാൽ മതിയെന്നും മുന്നണി തീരുമാനമെടുത്തു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചാഴിക്കാടൻ മണ്ഡലത്തിൽ ഉടനീളം പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ MPമാരുടെ ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമനായ ചാഴിക്കാടനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കുന്നതിന് പാർട്ടിക്കും മുന്നണിക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലും ധാരണയായി. ഔദ്യോഗിക പ്രഖ്യാപനം UDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായ ശേഷം RSP നടത്തും. 2 തവണയായി കൊല്ലം നിലനിർത്തുന്ന പ്രേമചന്ദ്രന് സീറ്റ് നൽകാൻ കോൺഗ്രസ് RSP ചർച്ചകളിൽ ഏറെ ആലോചന വേണ്ടി വന്നില്ല. കാരണം പ്രേമചന്ദ്രൻ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതിനോടൊപ്പം തന്നെ പ്രേമചന്ദ്രൻ്റെ വിജയം LDFിന് കൂടുതൽ തലവേദനയും സൃഷ്ടിച്ചു വരികയാണ്. രാജ്യം ശ്രദ്ധിക്കുന്ന MPയാണ് പ്രേമചന്ദ്രൻ, അല്ലാതെ മറ്റാർക്കാണ് സീറ്റെന്നും ചർച്ചകൾക്ക് ശേഷം RSP സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിത്വം 1 വർഷം മുമ്പ് തന്നെ ഉറപ്പിച്ചതാണ് സുരേഷ് ഗോപി. മത്സരത്തിനുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ ആരംഭിച്ചിരുന്നു. സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥിത്വവും ഉറപ്പായി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനടക്കം 2 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതും സൂപ്പർ താരത്തിൻ്റെ മത്സരത്തിന് ആവേശം പകരുന്നതിനാണ്. കോൺഗ്രസിൽ ഏത് സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാമെന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധി നിലവിലെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. കന്യാകുമാരിയിൽ നിന്നോ ബംഗളൂരുവിൽ നിന്നോ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ്. രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് വേണമെന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.